ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബോഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. നമാമി വിഘ്നേശ്വരപാദപങ്കജം. നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ മഹാഗണപതിയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ദും ദുർഗായേ നമഃ. ശ്രീമദ്ദേവി മഹാഭാഗവതം 5-ാം സ്കന്ധം 1-ാം അധ്യായം രുദ്രശ്രേഷ്ഠത്വം. 4-ാം സ്കന്ധത്തിൽ 25 അധ്യായങ്ങളിലായി ശ്രീകൃഷ്ണ അവതാര കാരണങ്ങളും ശ്രീകൃഷ്ണ അവതാരവും വിശദീകരിച്ച് നമ്മൾ കണ്ടു. ഇനിയും സംശയം തീരാതെ ജനമേജയ മഹാരാജാവും ഋഷിവര്യന്മാരും വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഋഷികൾ: പാപങ്ങളെല്ലാം പോക്കുന്ന ദിവ്യം ശ്രീകൃഷ്ണ സത്കഥ ഉത്കൃഷ്ടമാമീയാഖ്യാനം ഞങ്ങളോടോദിസൂതനീ. വാസുദേവന്റെ ചരിതം ചുരുക്കിച്ചൊന്നതു കേട്ടതിൽ മേധാശാലിൻ ജനിക്കുന്നു ഞങ്ങൾക്കിന്നൊരു സംശയം. വിഷ്ണുവിനംശമായി മന്നിൽ പിറന്നോനെങ്കിലും ഹരി കാട്ടിൽ പോയുഗ്രമായി ചെയ്തു തപസ്സും ശിവപൂജയും. പൂർണയായി ലോകമാതാവാം ദേവി തന്നംശമാം ശിവ വരപ്രദാനവും ചെയ്താളവനെന്നായുരച്ചു നീ. കൃഷ്ണനീശ്വരനാണെങ്കിലിവരെ പൂജ ചെയ്യുവാൻ ഹേതുവെന്തെന്തു കുറവദ്ദേവനെന്നതു സംശയം. സുതൻ വ്യാസനോതുവതായി കേട്ട കാരണം കേട്ടുകൊള്ളുവിൻ. മഹാന്മാരെ കൃഷ്ണഗുണമുൾ ചേർന്ന കഥ ചൊന്നിടാം. വ്യാസനോദിയ വൃത്താന്തം കേട്ടോരജ്ജനമേജയൻ ചോദിച്ചു മതിമാൻ വീണ്ടും സംശയാവിഷ്ടനായി തഥാ. ജനമേജയൻ: കേട്ടേൻ നീ ചൊന്ന പരമകാരണം നല്ല പോൽ മുനേ. എന്നാലുമെൻ മനോവൃത്തി വെടിയുന്നില്ല സംശയം. സർവേശനാം വിഷ്ണു കൃഷ്ണൻ തപസ്സത്യുഗ്രമീ വിധം ചെയ്താരാധിച്ചു ശിവനെ എന്നതാശ്ചര്യമെത്രയും. സർവാത്മാവല്ലീ ഭഗവാൻ സർവേശൻ സർവസിദ്ധിതൻ. സാമാന്യനെപ്പോലവനും വൻ തപം ചെയ്തതെന്തിനായി. ജഗത്തിൻ സൃഷ്ടി സംരക്ഷ സംഹാരങ്ങൾ നടത്തുവാൻ ശക്തനായോൻ തപസ്സെന്തേ പിന്നെ ഇങ്ങനെ ചെയ്യുവാൻ. വ്യാസൻ: സത്യം താൻ ചൊന്നതു ഭവാൻ. വാസുദേവൻ ജനാർദ്ദനൻ ദൈത്യാരി ദേവകാര്യങ്ങൾ നടത്താൻ ശക്തനാണവൻ. എങ്കിലും മർത്യദേഹം കൈക്കൊള്ളുകയാൽ വാസുദേവനും വർണ്ണാശ്രമോചിതം മർത്യഭാവം പൂണ്ടിതു സർവവും. പൂജിച്ചു വൃദ്ധരായോരെ കുമ്പിട്ടു ഗുരുവിൻ പദം സേവിച്ചു വിപ്രരെ ചെയ്തു ദേവതാരാധനങ്ങളും. ആപത്തിലാധിയും പൂണ്ടു സൗഖ്യത്തിൽ ബഹുതുഷ്ടിയും ദുഷ്പേരിൽ ദൈന്യവും നല്ലാർകളിൽ പൂണ്ടിതു ശക്തിയും. കാമം ക്രോധം ലോഭമേവമപ്പോൾ പൂണ്ടു കേശവൻ ഗുണസ്വരൂപം ദേഹത്തിൽ നിർഗുണത്വം വരാവതോ. ഗാന്ധാരീ ശാപവും വിപ്രശാപവും കൊണ്ടു യാദവർ സർവം മുടിഞ്ഞു ഭഗവാൻ ത്യജിച്ചു നിജദേഹവും. കൃഷ്ണപത്നികളെ കട്ടു കൊള്ള ചെയ്തിതു തസ്കരർ അർജുനൻ തൻ കയ്യൊരമ്പു തൊടുക്കാനുമശക്തമായി. കൃഷ്ണൻ അജ്ഞാതമായി പ്രദ്യുമ്നാനിരുദ്ധാപഹാരവും
ഏവം മാനുഷദേഹത്തിൽ നിശ്ചയം മർത്യചേഷ്ടിതം. വിഷ്ണുവിൻ്റെയും അന്നാരായണനാം ഋഷി തന്റെയും അംശം കൃഷ്ണൻ ശൈവപൂജ ചെയ്തതിൽ ചിത്രമെന്തുവാൻ. ശിവൻ സർവേശ്വരൻ, വിഷ്ണുവിനും കാരണമാണവൻ. നാഥൻ സുഷുപ്തസ്ഥാനത്തിൻ, അതിനാൽ വിഷ്ണു പൂജിതൻ. കൃഷ്ണൻ തൊട്ടോർത്തദംശന്മാർ പൂജ്യനല്ലീയവർക്കവൻ. അകാരം ബ്രഹ്മ ഭഗവാൻ, ഉകാരം വിഷ്ണു താൻ സ്വയം. മകാരം ഭഗവാൻ രുദ്രൻ, അർദ്ധമാത്ര മഹേശ്വരി. വിദ്വജ്ജനം കഥിക്കുന്നു മേന്മേലുത്തമമെന്നു താൻ. അതിനാൽ ശാസ്ത്രമെല്ലാം ഓതുന്നു ദേവിയെ മുഖ്യയായി. അർദ്ധമാത്രസ്ഥയായി, നിത്യയായി, വിശേഷാലവാച്യയായി. ബ്രഹ്മാവേക്കാൾ മഹാൻ വിഷ്ണു, വിഷ്ണുവേക്കാൾ മഹാൻ ശിവൻ. അതിനാൽ സംശയം വേണ്ട കൃഷ്ണൻ തൻ ശിവപൂജയിൽ. സുഷുപ്തസ്ഥാനമെന്നാൽ കാരണദേഹമെന്നർത്ഥം. ശിവൻ കാരണസ്വരൂപനായതുകൊണ്ട് ലിംഗാഭിമാനിയായ വിഷ്ണുവിനും പൂജ്യനാണ് എന്ന് പറയുന്നു. കാരണദേഹത്തിനു ലിംഗദേഹ ജനകത്വം ഉള്ളതുകൊണ്ട് ശിവൻ വിഷ്ണുവിനും കാരണമാണെന്നു വിവക്ഷ. ബ്രഹ്മവക്ത്രത്തിൽ നിന്നുണ്ടായി സ്വേച്ഛയാൽ വരമേകുവാൻ ആദിരുദ്രാംശമാം രണ്ടാം രുദ്രനെന്നു ധരിക്ക നീ. ഈ രുദ്രൻ താൻ പൂജ്യനെന്നാലെന്തോതാൻ മൂലരുദ്രനെ. ഉത്തമത്വം ശിവനോദാം ദേവീ സാന്നിധ്യമൊന്നിനാൽ. യോഗമായ പ്രഭാവത്താൽ അവതാരങ്ങളീ വിധം യുഗന്തോറും ഭവിക്കുന്നു വിഷ്ണുവിനെന്നു നിശ്ചയം. സൃഷ്ട്യർത്ഥം ബ്രഹ്മാവ് മൂലരുദ്രനെ ആരാധിച്ചു. ബ്രഹ്മാവിന്റെ മനോരഥം സാധിപ്പിക്കുവാനായി ബ്രഹ്മാവിന്റെ ലലാടം നെറ്റിയിൽ നിന്നും സ്വാംശം കൊണ്ട് സദാശിവൻ ജനിച്ചു. ഈ സദാശിവനെയാണ് രണ്ടാം രുദ്രൻ എന്ന് പറയുന്നത്. അതേപോലെ കാരണദേഹാഭിമാനിയായ ശിവന് ദേവീ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ലിംഗദേഹാഭിമാനിയായ വിഷ്ണുദേവന് അതില്ലാത്തതുകൊണ്ടും ശിവന് താരതമ്യേന ഉത്തമത്വം കൽപ്പിക്കപ്പെടുന്നു. സൂത സൗര സംഹിതകളിലും പുരാണാന്തരങ്ങളിലും അത് സ്പഷ്ടമാക്കപ്പെട്ടിട്ടുണ്ട്. കൺപീലി തന്നൊഴിയലാലെവളീ പ്രപഞ്ചം സൃഷ്ടിച്ചു കാത്തു നിഹനിപ്പൂ നിഗൂഢയായി. അദ്ദേവി താൻ വിധി ഹരീശരെയെന്നുമേവം നാനാവതാര കലയിങ്കൽ വലച്ചിടുന്നു. ഈറ്റില്ലമാം ജയിലിൽ നിന്നഥ ഗോകുലത്തിൽ കൊണ്ടാക്കി നന്ദനിലയത്തിലണച്ചു രക്ഷ. എത്തിച്ചു പിന്നെ മധുരൈക്കവിടുന്നു പേടിച്ചദ്വാരകാപുരി അണച്ചതുമമ്പയത്രേ. ഉണ്ടാക്കി ഷോഡശസഹസ്രവുമമ്പതും സ്ത്രീ രത്നങ്ങളെ സ്വകലയാലതുമല്ല പിന്നെ. എട്ടുത്തമാംഗനകളെയുമവർക്കു ദാസനാക്കിച്ചമച്ചു ഭഗവാനെയുമമ്മഹേശി. ഒറ്റയ്ക്കു താനൊരുവൾ പോരുമൊരാളെ നന്നായി കുറ്റിക്കു ചങ്ങലയിലെന്ന വിധം തളയ്ക്കാൻ. തെറ്റെന്നു ഷോഡശസഹസ്രവുമമ്പതും ചേർ നീറ്റിയിടിലോ കിളിയെന്ന വിധം ഞെരുക്കം. ആ സത്യഭാമയുടെ ചൊൽപ്പടിയന്നു നാഗലോകം ഗമിച്ചു മഖവാവൊടു പോർ നടത്തി. തട്ടിപ്പറച്ചു സുരദാരുവയുമമ്മുകുന്ദൻ പത്നീഗൃഹത്തിലതു നട്ടു കൃതാർത്ഥനായാൻ. ആച്ചേതി ഭൂപനെയുമന്യ നൃപാലരെയും തോൽപ്പിച്ചു രുക്മിണിയെ അന്നു ബലാൽ കവർന്നു
തൻ പത്നിയാക്കി പരതാര പരിഗ്രഹം സദ്ധർമ്മം നടത്തുമൊരുവന്നു വിധിച്ചതാണോ. ഇവിടെ രുക്മിണീ ദേവിയെ സഹോദരനായ രുക്മി ശിശുപാലനു കൊടുക്കാൻ നിശ്ചയിക്കുകയും ശിശുപാലൻ ദേവിയെ മനസാ വരിക്കുകയും ചെയ്തതുകൊണ്ടാണ് രുക്മിണി പരതാരമായി എന്ന് സങ്കല്പിക്കപ്പെട്ടത്. അഹങ്കാരം ജനിപ്പിക്കും മോഹജാലങ്ങളാൽ സ്വയം ബദ്ധനായി മൂഢനാം മർത്യൻ നന്മതിന്മകൾ ചെയ്യുകയാം. അഹങ്കാരത്തിൽ നിന്നുണ്ടായി ചരാചരമശേഷവും ഉഗ്രാഹങ്കാര സംജാതരത്രേ ഹരിഹരാദ്യരും. അഹങ്കാരം വിട്ടവനായി തീരുമന്നേ വിരിഞ്ചനും മുക്തനാവുള്ളൂ ബദ്ധൻ താൻ അല്ലാഞ്ഞാൽ ചതുരാസ്യനും. അതില്ലാഞ്ഞാൽ മുക്തനാരും ബദ്ധൻ തദ്വശമാണ്ടവൻ. ധനമോ ഗേഹമോ ഭാര്യ പുത്രസോദരരോ നൃപാ വിലങ്ങല്ലോർക്കിൽ മർത്യന്നു വിലങ്ങെന്നുമഹങ്കൃതി. ഞാനാണിച്ചെയ്തതെൻ ശക്തി കൊണ്ടിക്കാര്യം നടത്തി ഞാൻ. ചെയ്യും ഞാനേവം ബദ്ധനാകുന്നു ദേഹവാൻ. കാരണം കൂടാതെ കാര്യമുണ്ടാവില്ലൊരിടത്തിലും. കാണുമോ കുഴമണ്ണെന്നെ കുടമുണ്ടായിടുന്നതായി. അഹങ്കാരത്തോടെയത്രേ വിശ്വം പാലിപ്പതും ഹരി. അല്ലെങ്കിലെന്നും ചിന്താബ്ദി മഗ്നനാവുന്നതെങ്ങിനെ. അഹങ്കാരം വിട്ടു ശുദ്ധാത്മാവായി മർത്യൻ ഭവിക്കുകിൽ നാനാജന്മപ്രവാഹത്തിൽ പിന്നെ മുങ്ങുന്നതെങ്ങിനെ. അഹങ്കാരം മോഹമൂലം തജ്ജാതം താൻ പ്രപഞ്ചവും. അഹങ്കാരം വിട്ടവരെ ഭവമോഹങ്ങൾ തീണ്ടിടാ. ബ്രഹ്മവിഷ്ണുഹരാദ്യന്മാരിലുമായതുമൂവിധം വർത്തിപ്പൂ സാത്വികം പിന്നെ താമസം രാജസം ക്രമാൽ. മൂന്നാളിലും മൂവിധം താൻ അഹങ്കാരവുമുള്ളതായി. തത്വത്തെ കണ്ടറിഞ്ഞുള്ള മുനീശ്വരരുരയ്ക്കയാം. നിസ്സംശയമഹങ്കാര ബദ്ധരാണവർ മന്നവാ. നാനാവതാരങ്ങളെയും സ്വേച്ഛയാൽ വിഷ്ണു ചെയ്വതായി. ഓതുന്നു മായാമോഹത്താൽ മന്ദന്മാരാം മനീഷികൾ. മഹാദുഃഖകരം ഗർഭവാസക്ലേശത്തെ മൂഢനും കാക്ഷിക്കാ പിന്നെയാ വിജ്ഞൻ വിഷ്ണു കാമിപ്പതെങ്ങിനെ. കൗസല്യാദേവകീ ഗർഭാവാസം മൂത്രമലാകുലം സ്വേച്ഛയാൽ പൂണ്ടു ഹരിയെന്നന്ധരല്ലാതെയോതുമോ. വിഷതുല്യം ദുഃഖകരം ചിന്താകോടിസമാകുലം ഗർഭാവാസം ദുഃഖദമോ വൈകുണ്ഠസദനോപരി. അതിദുഃഖദമാം ഗർഭവാസമില്ലാതെയാകുവാൻ തപസ്സും ദാനവും യജ്ഞങ്ങളും ചെയ്യുന്നു സജ്ജനം. സ്വതന്ത്രനാണു ഭഗവാൻ വിഷ്ണുവെങ്കിലവൻ നൃപാ. ഗർഭത്തിൽ ചെന്നിരിക്കാനായി കേവലം കൊതിവയ്ക്കുമോ. ബ്രഹ്മാവു തൊട്ടു ചെറുതാം ഒരു പുൽക്കൊടിയോളവും ചരാചരങ്ങളഖിലം മായാധീനം ധരിക്കനീ. മായയാം കമ്പിച്ചുറയും വിധി വിഷ്ണുഹരാദ്യരും ഭ്രമിച്ചു ബദ്ധരാവുന്നു ലീലയാലെട്ടുകാലിപോൽ. 1-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ജഗദംബായേ നമഃ. 2-ാം അധ്യായം മഹിഷോൽപത്തി. ജനമേജയൻ യോഗേശ്വരീ പ്രഭാവത്തെ വിസ്തരിച്ചു പറഞ്ഞു നീ. തച്ചരിത്രവുമിന്നോതി കേൾക്കാനിച്ചിപ്പു ഞാൻ മുനേ.
ഇജ്ജഗത്തൊക്കെ അവളിൽ നിന്നുമാണെന്നറിഞ്ഞൊരാൾ തത്പ്രഭാവങ്ങളും കേൾക്കാനിച്ഛിക്കാതെയിരിക്കുമോ? വ്യാസൻ: വിസ്തരിച്ചുര ചെയ്യാം ഞാൻ, കേട്ടുകൊള്ളുക മഹാമതേ. ശ്രദ്ധിക്കും ശാന്തനോടോതാതിരിപ്പോൻ മൂഢനെത്രയും. ദേവദാനവ സൈന്യങ്ങൾ തമ്മിൽ പണ്ടതിഘോരമായി നടന്നു പോർ നാടുവാഴ്കെ മഹിഷാഖ്യൻ മഹാബലൻ. തപസ്സു ചെയ്താനാ ഹേമഗിരിയിൽ ചെന്നു ഘോരമായി വിണ്ണോരും വിസ്മയിക്കുന്ന മട്ടിലം മഹിഷാസുരൻ. 10,000 ആണ്ടിഷ്ട ദേവതാധ്യാനനിഷ്ഠനായി കഴിക്കേ തുഷ്ടനായി രാജൻ വിധി ലോകപിതാമഹൻ. അന്നത്തിന്മേലേറി വന്നു ചൊന്നാനേവം ചതുർമുഖൻ. വരം വരിക്ക ധർമാത്മൻ, തരാം നിൻ വാഞ്ചിതത്തെ ഞാൻ. മഹിഷൻ: അമരത്വം കൊതിപ്പൂ ഞാൻ ദേവദേവ മഹാപ്രഭോ. മൃത്യുഭീതിയെഴാമട്ടിലാക്കുകന്നെ പിതാമഹ. ബ്രഹ്മാവ്: നൂനം ജനിച്ചോർക്കു മൃത്യു, മരിച്ചുള്ളോർക്കു ജന്മവും. ജന്മമൃത്യുക്കളേവർക്കും ഉണ്ടാവാതെയിരുന്നിടാ. ദൈത്യപുംഗവ കാലത്താൽ നശിക്കും സർവജീവിയും. ഉത്തുംഗ ശൈലനിരയും നശിക്കും കടലും തഥാ. അതിനാൽ മൃത്യുവിൻ കാര്യമൊന്നു വിട്ടു മഹീപതേ. നിനക്കിഷ്ടപ്പെട്ട വരമേതും സാധോ കഥിക്കുക. മഹിഷൻ: ദേവാസുരനരന്മാരാൽ വരാൻ പാടില്ല മേ മൃതി. ആണാൽ മൃത്യു വരാതാട്ടെ പെണ്ണേതെന്നെ ഹനിക്കുവാൻ. അതിനാലെൻ മൃത്യു പെണ്ണാൽ വന്നുകൊള്ളട്ടെ പത്മജ. എന്നെ കൊല്ലാനൊരബലയ്ക്കഹോ സാധിപ്പതെങ്ങനെ? ബ്രഹ്മാവ്: എന്നായാലും നിന്റെ മൃത്യുവൊരു പെണ്ണാൽ വരും ദൃഢം. ആണുങ്ങളാൽ നിനക്കെത്താ മരണം മഹിഷാസുര. വ്യാസൻ: ഏവം വരമവന്നേകി സ്വാലയം പൂകിനാനജൻ. അണഞ്ഞാൻ സ്വസ്ഥാനമാശു തുഷ്ടനായി ദൈത്യരാജനും. ജനമേജയൻ: മഹിഷൻ തൻ പിതാവാർ അശക്തനുണ്ടായതെങ്ങനെ? മഹാത്മാവാമവൻ പോത്തിൻ രൂപമാണ്ടതുമെങ്ങിനെ? വ്യാസൻ: ഉണ്ടായി പണ്ടീ മന്നിടത്തിൽ ധനുവിൻ മക്കളായി പ്രഭോ. രംഭൻ കരംഭനീ വണ്ണം പേരുകേട്ടുള്ള 2 പേർ. പുണ്യം പഞ്ചനദം തന്നിൽ പുത്രാർത്ഥം ബഹുവത്സരം. തപസ്സു ചെയ്തിതാ 2 പേരും മക്കളെഴായ്കയാൽ. കരംഭൻ വെള്ളത്തിൽ മുങ്ങിയിട്ടത്യുഗ്രമാം തപം. രസാലവടമാണ്ടഗ്നി തന്നെ സേവിച്ചു രംഭനും. രംഭൻ പഞ്ചാഗ്നി മധ്യത്തിൽ വൻ തപസ്സാണ്ടു വാഴ്വതായി. അറിഞ്ഞാകുലനായി ശക്രൻ ദൈത്യൻ തൻ പേരിലെത്രയും. ഇന്ദ്രൻ പഞ്ചനദം തന്നിൽ ചെന്നുടൻ ഗ്രാഹരൂപിയായി. കരംഭൻ തന്റെ കാലിൽ പോയി പിടികൂടി ബലോദ്ധതൻ. ഏവം മുതലയായി കൊന്നു കരംഭൻ തന്നെ വാസവൻ. ഭ്രാതാവിൻ മരണം കേട്ടു രംഭൻ കോപാർത്തനായി തുലോം. തൻ കേശപാശമിടതു കയ്യാൽ ചുറ്റിപ്പിടിച്ചവൻ. വലം കയ്യാലുഗ്രമാം തൻ വാളൂരി തലകൊയ്തുടൻ. തീയിൽ ഹോമിക്കുവാനിച്ഛിച്ചോങ്ങി നിൽക്കുന്നതേ ക്ഷണം. പ്രത്യക്ഷനായ അഗ്നിദേവൻ തടുത്തേവമുരയ്ക്കയായി. മൂർഖൻ നീ തല കൊയ്യാനായേവമിച്ഛിക്ക കാരണം. അതിദുഷ്കരമീ ആത്മഹത്യക്കെന്തേ തുനിഞ്ഞു നീ?
നിനക്കിഷ്ടപ്പെട്ട വരം വരിക്ക ശുഭമായി വരും. മരിക്കേണ്ട ഭവാൻ മൃത്യു കൊണ്ടുതേ നേട്ടമെന്തുവാൻ. വ്യാസൻ അഗ്നിതൻ ശുഭമീ വാക്യം കേട്ടൊരദാനവാദിപൻ തൻ കേശഭാരപ്പിടി വിട്ടേവമുത്തരമോദിനാൻ. ദേവേശ നീ തുഷ്ടനെങ്കിൽ നൽകമേ ഹിതമാം വരം. വേണം സുതന്മേ മുപ്പാരും വെല്ലും പറ്റലർക്കാലനായി. ദേവദാനവമത്യർക്കു അജയ്യനവനാവണം. സർവാഭിവന്ദിതൻ വീരൻ കാമരൂപിയുമാവണം. ചൊന്നാൻ പാവകൻ ആവട്ടെ നിന്നിഷ്ടം പോലൊരാത്മജൻ. നിനക്കുണ്ടാം മൃത്യുവിങ്കൽ നിന്നു പിൻവാങ്ങുകാശു നീ. രസാലവടം എന്നത് യക്ഷപുരിയിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. സർവാഭിവന്ദിതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവാംശമായ പുത്രനുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചതായിട്ടാണ്. ശിവാംശമാണ് മഹിഷാസുരൻ എന്ന് കാളികാപുരാണത്തിലും പറയപ്പെടുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അഗ്നിദേവനോട് വരം ചോദിച്ചത്, അഗ്നിദേവനെ പ്രാർത്ഥിച്ചത് എന്നൊരു സംശയം ഇവിടെ ജനിക്കുകയാണെങ്കിൽ അതിന് കാരണമായി പറയുന്നത് അഗ്നിയെ തന്നെ രുദ്രനായിട്ടാണ് വേദം കൽപ്പിക്കുന്നത്. ഏതു പെണ്ണിൽ മഹാത്മാവേ നീ നിൻ ചിത്തത്തെയൂന്നുമോ, നിനക്കവളിലുണ്ടാവും ബലമേറുന്നൊരാത്മജൻ. വ്യാസൻ ചിത്തം കുളിർപ്പിക്കും മട്ടിലേവം വന്നിയുരയ്ക്കവേ വന്നിയെ പ്രണമിച്ചാശു പോയാനദാനവോത്തമൻ. ശ്രീതാവും രമ്യമാം യക്ഷസ്ഥാനത്തിലവനെത്തവേ മത്തയായി രൂപവതിയാം മഹിഷാങ്കനയേകയെ കണ്ടു കാമിച്ചു മറ്റേതു നാരിയെയും വെടിഞ്ഞവൻ. അണഞ്ഞാളവളും കാമമാലും ഹർഷവുമൊത്തുടൻ. അവളെയും കൊണ്ടുപോയാൻ രംഭൻ വിധിബലത്തിനാൽ. തദ്വീര്യമുൾക്കൊണ്ടെരുമ തീർന്നു ഗർഭിണിയായി ദ്രുതം. മറ്റു പോത്തുകൾ തൻ ശല്യമൊഴിവാക്കാൻ അവൻ ക്ഷണാൽ അണഞ്ഞാൻ ചാരുപാതാള ഭൂവിൽ പ്രേയസിയൊത്തുതാൻ. കാമാന്ധനൊരു പോത്തൊന്നൊരിക്കൽ തൻ പ്രാണനാഥയെ പാഞ്ഞടുത്തതു കണ്ടാശു ഹനിക്കാനെത്തിദാനവൻ. അടിച്ചു പോത്തിനെ സ്വന്തരക്ഷയ്ക്കായി ദാനവൻ തഥാ തിരിഞ്ഞടിച്ചു തൻ കൊമ്പാൽ കാമാന്ധൻ പോത്തുമുക്കൊടും. തന്മാറിലക്കൊമ്പുകൾ തൻ തീഷ്ണതാടനമേൽക്കവേ മൂർച്ഛിച്ചു മണ്ണിൽ വീണാശു മരിച്ചാൻ ദാനവേശ്വരൻ. ഭർത്താവിൻ മൃതിയിൽ കേണു പേടിച്ചോടി മിരണ്ടവൾ പ്രാപിച്ചാൾ ശരണം വേഗം യക്ഷന്മാർ തൻ വടത്തിനെ. പിന്നാലെ താൻ പാഞ്ഞു ചെന്നാൻ ബലവീര്യമതോദ്ധതൻ. കാമാർത്തനപ്പോത്തുമപ്പോൾ കാമയാനെന്റെ മാതിരി. പാഞ്ഞടുക്കും പോത്തിനെയും പേടിച്ചു കരയുന്നതായി അവളെയും കണ്ടു രക്ഷയ്ക്കണഞ്ഞാരാശു യക്ഷരും. തുടർന്നു യക്ഷരും പോത്തും ഘോരമാം പോരിലേൽക്കവേ അമ്പേറ്റു മഹിഷം ചത്തു വീണു മഞ്ഞിലതിദ്രുതം. തങ്ങൾക്കതിപ്രിയൻ രംഭൻ തൻ ശവം കൊണ്ടുവന്നവർ സംസ്കാരശുദ്ധിയുണ്ടാക്കാനേറ്റിനാർച്ചിത തന്റെ മേൽ. പതിയെച്ചിതമേലേറ്റി കണ്ടൊരാ മഹിഷാങ്കന ഉറച്ചു ഭർത്താവൊപ്പം താൻ ചിതയേറി മരിക്കുവാൻ. യക്ഷന്മാർ തൻ തടസ്തങ്ങൾ വകവയ്ക്കാതെയസതി ആളിപ്പടർന്നു കത്തുന്ന തീയിൽ പൂണ്ടാൾ സ്വകാന്തനെ. ചിതാമധ്യത്തിലുണ്ടായി ബലവാൻ മഹിഷൻ തഥാ
പുത്രവത്സലനാം രംഭൻ ഉടൽ വേറൊന്നെടുത്ത പോൽ രക്തബീജാഖ്യനായി വന്നു പിന്നീടസുരരൊക്കവേ മഹാബലൻ മഹിഷനെ വാഴിച്ചാർ ചക്രവർത്തിയായി. ഏവം മഹിഷനും ദേവദൈത്യമർത്യർക്കവധ്യനായി വീര്യമേറും രക്തബീജ ദൈത്യനും ജാതരായി നൃപാം. പതിയായ രംഭന്റെ ചിതയിലേക്ക് മഹിഷാങ്കന എടുത്തു ചാടിയപ്പോൾ ഗർഭസ്ഥനായ മഹിഷൻ പിറന്നു. അതേ അവസരത്തിൽ തന്നെ രംഭനും പുത്രവാത്സല്യാധിക്യത്താൽ രക്തബീജനായി രൂപാന്തരം പ്രാപിച്ചു പിറന്നു. അങ്ങനെ ആ ചിതയിൽ നിന്നും 2 പേരാണ് പുറത്തേക്ക് വന്നതെന്ന് സാരം. മഹാനാം മഹിഷൻ തന്റെ ജന്മവും വരലബ്ധിയും സവിസ്തരം സർവമേവം ചൊന്നു തന്നേൻ നൃപോത്തമാ. 2-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ.